ഏജന്റുമാരില്ലാതെ MVD ഫിറ്റ്നസ് നൽകില്ലത്രേ. അവർക്ക് പിൻവാതിൽ കിമ്പളം വേണം. ഇതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വിഷയത്തിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട വ്യക്തി എടുത്തൊരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. നിങ്ങളത് കണ്ടു നോക്കൂ. ഇതല്ലേ നിങ്ങൾ പറഞ്ഞേ? അത് കട്ട് ചെയ്ത് കളയണം. അത് കട്ട് ചെയ്യാൻ പെയിന്റ് അടിക്കാൻ കഴിഞ്ഞുള്ളൂ. രണ്ടും പറഞ്ഞല്ലോ. ചെറുതെല്ലാം ഒരു കാര്യം ചെയ്ത ഈ തള്ളി നിൽക്കുന്ന അതാ ഇത് പിന്നെ വലിയ കുഴപ്പമില്ല പോട്ടെ. അത് ഈ ഭാഗവും ഈ താഴത്തതും അത് പറഞ്ഞില്ല, അത് ഞാൻ അയച്ചിക്കാം. അതും ഇത് കട്ട് ചെയ്യാൻ കഴിയില്ല. ഇത് കട്ട് ചെയ്താൽ പിന്നെ അത് കട്ട് ചെയ്യണം. ഇത് മൊത്തം കട്ട് ചെയ്യണം. ഇവിടുന്നും കട്ട് ചെയ്ത് കേട്ടോ. ഒരു കാര്യം ചെയ്ത് മൊത്തം കട്ട് ചെയ്തോ കേട്ടോ. മൊത്തം കട്ട് ചെയ്തിട്ട് ചെയ്യാം. ഇവിടുന്ന് ഇത് കട്ട് ചെയ്യാം. ഈ താഴത്തും കട്ട് ചെയ്യാം. അത് തീരാണ്ട് അതിന് കുറെ പൈസ ആണ്. അതുകൊണ്ടാണ് എന്തിനാ ഇത്രയും പൈസ മുടക്കി പിടിച്ചിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല, അത് സേഫ്റ്റിക്ക് വേണ്ടി അതൊരു കമ്പി. ഇതിൽ ആ പാവപ്പെട്ട വ്യക്തി പറയുന്നുണ്ട്, സാർ അതിന് കുറേ പൈസ മുടക്കി വെച്ചാണ്, സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് വെച്ചാണെന്നൊക്കെ. ഇതിൽ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് കേട്ടോ പറയുന്നത്. ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇത്ര മാത്രമാണ്, മുന്നേ പറഞ്ഞതല്ലേ പെയിൻറ്റും അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാനും. അതിലുപരിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ തള്ളി നിൽക്കുന്ന കാര്യം പിന്നെയും അഡ്ജസ്റ്റ് ചെയ്യാൻ, അത് ചിലപ്പോൾ നിയമവിരുദ്ധമായിരിക്കും, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ തെറ്റുള്ളതായിട്ട് എനിക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാകുന്നില്ല കേട്ടോ. ഈ വിഷയം നിയമവിരുദ്ധമാണെങ്കിൽ എനിക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ പോർഷൻ മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒഴിവാക്കപ്പെട്ടതാണോ എന്നുള്ള വ്യക്തമായ അറിവ് എനിക്കില്ല. അത്തരത്തിൽ അത് ഒഴിവാക്കേണ്ട കാര്യമാണെങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം. നിങ്ങൾക്കത് സേഫ്റ്റി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കാം. പക്ഷേ നിയമത്തിന് മുകളിലായിട്ട് റോഡിലേക്ക് ഒരു വണ്ടി ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ AMVയുടെ അടുത്തേക്ക് വന്ന് ഒരു ഇൻസ്പെക്ഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ അപ്രൂവൽ കൊടുക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥൻ എന്തായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലിയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും. അദ്ദേഹം കുറച്ച് മാന്യമായിട്ട് സംസാരിക്കുന്നൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ കയ്യിലൊരു തെറ്റുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇതിൽ മറ്റുള്ളവർ പറയുന്നുണ്ട് ഏജൻറ്റുമാരില്ലാതെ ഇത്തരത്തിലെ MVD നമുക്ക് പേപ്പറുകൾ ക്ലിയർ ചെയ്ത് തരുന്നില്ല. അത്തരത്തിലൊരു ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നുണ്ടെങ്കിൽ കുറ്റകരം തന്നെയാണ്. അല്ലാത്ത പക്ഷം ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വ്യക്തി, ഈ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തത് മാന്യമായ നടപടിയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ. അദ്ദേഹം മാന്യമായിട്ട് സംസാരിക്കുന്നത്. ഇത് സേഫ്റ്റിക്ക് ഇപ്പോൾ ഒരു ഡ്രൈവറെ സംബന്ധിച്ചോളം അവരെ ബോഡി ചെയ്യുകയോ മറിയോ ചെയ്യുമ്പോൾ അവിടെ താങ്ങി വെക്കാനോ സപ്പോർട്ടിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് നിയമവിരുദ്ധമാണെങ്കിൽ നമുക്കത് അനുവദിക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ അനുവദിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ സ്വാഭാവികമായിട്ടും നിയമത്തിൻ്റെ സപ്പോർട്ടോടുകൂടി അപ്രൂവൽ കൊടുക്കാതിരിക്കുക, അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ സ്ട്രിക്റ്റായ നിയമം പാലിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ വ്യക്തിയുടെ ആത്മഹത്യയിലേക്ക് എത്തിച്ച കാര്യം ചിലപ്പോൾ ഈ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദങ്ങളോ കാര്യങ്ങളോ എന്തോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ വരുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു വീഡിയോ മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരാളെയും വിലയിരുത്താൻ സാധിക്കില്ല. കാരണം ഈ ഉദ്യോഗസ്ഥൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രകാരം മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടില്ല പരിരക്ഷ കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ പുറകിൽ നേരത്തെ പറഞ്ഞ പോലെ ഏജൻറ്റുമാരെ വെച്ച് പൈസ വാങ്ങിക്കുന്നുണ്ട്, ഏജൻറ്റുമാരില്ലാതെ ഡയറക്റ്റായിട്ട് പോയത് കൊണ്ടാണ് ഈ പ്രശ്നം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വ്യക്തമായ തെളിവും കാര്യങ്ങളും വെച്ചുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ. പക്ഷേ ഇതുവരെ ആയിട്ടും അതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് ഇങ്ങനെ ആൾക്കാരുകൾ പലരിൽ നിന്ന് സമരം നടത്തുന്ന പോലെയും അല്ലെങ്കിൽ അവരെ പ്രക്ഷോഭത്തിന് ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയാണ് ഈ വിഷയങ്ങളെ സംസാരിക്കുന്നത്. അപ്പോൾ വ്യക്തമായ തെളിവില്ലാതെ ഉദ്യോഗസ്ഥ വൃത്തത്തെ മാത്രം എപ്പോഴും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അതൊരു മെയിനായിട്ട് കാര്യമാണ്. പിന്നെ തെറ്റുണ്ടെങ്കിൽ ഇവർക്ക് ഏറ്റവും മാക്സിമം ശിക്ഷ എന്താണോ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ കൊടുക്കാനും ബാധ്യസ്ഥരാണ്. പ്രധാന ചർച്ചാ വിഷയം ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണം ഏജൻറ്റുമാരില്ലാതെ MVD ഫിറ്റ്നസ് നൽകില്ലത്രേ, അവർക്ക് പിൻവാതിൽ കിമ്പളം വേണം. ഇങ്ങനൊരു സംഭവം അവിടെ അവിടെ ഒരു ഏരിയയിൽ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് തുടച്ചു മാറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. സാധാരണ ഇതിൽ ഈ ഏജൻസികളോ അല്ലെങ്കിൽ ഏജൻറ്റുമാരെയോ ഉൾപ്പെടുത്താതെ ഡയറക്റ്റ് ആർക്ക് വേണമെങ്കിലും പോയി ചെയ്യാൻ പറ്റുന്ന, ഏജൻറ്റുമാരില്ലാതെ നമുക്ക് പോയി ചെയ്യാൻ പറ്റുന്ന പ്രൊവിഷൻ ഉണ്ട്. ഞാൻ എൻ്റെ റോയൽ എൻഫീൽഡ് വണ്ടി അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ സ്വന്തം രീതിയിൽ ഏജൻറ്റുമാർക്ക് കൊടുക്കാതെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊതുവേ ഏജൻറ്റുമാർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ഇത്തിരി
ചുറ്റിക്കപ്പെടും എന്നൊക്കെ പറയുന്നത്. പക്ഷേ എനിക്കായി അനുഭവം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത്തരത്തിൽ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഏത് RTO ഓഫീസിലാണ് അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലിടണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇടണം കേട്ടോ. അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഏജൻറ്റുമാർ ത്രൂ പോകുന്ന കാര്യങ്ങൾ ഇനി ഇല്ലാതെ അക്ഷയോ അല്ലെങ്കിൽ സർക്കാർ ഏതെങ്കിലും ഓഫീസിൽ നിന്ന് കിട്ടുന്നൊരു പേപ്പർ നമ്മൾ ഓൺലൈൻ ത്രൂ സർക്കാർ ഓഫീസിലേക്ക് അല്ലെങ്കിൽ പരിവാഹനിലേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വെച്ചിട്ട് കാര്യങ്ങളും ഡോക്യുമെൻറ്റും കൊടുക്കുന്നു, അതിൻ്റെ പേപ്പർ എടുക്കുന്നു, നമുക്ക് തന്നെ പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് തന്നെ യൂസർ ഫ്രണ്ട്ലി ആയ രീതിയിലേക്ക് അങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആക്കി തരണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ നമുക്കൊരു അക്ഷയെന്നോ അല്ലെങ്കിൽ 100-200 കൊടുത്തൊരു ഫോം ഫില്ല് ചെയ്തായിരിക്കും നമ്മൾ പാസ്പോർട്ടൊക്കെ അപേക്ഷിക്കുന്നുണ്ടല്ലേ, അക്ഷയ എന്ന് ചെയ്യുന്നു, ബാക്കി അവിടെ പോയി ചെയ്യുന്നു, അത്തരത്തിൽ രീതിയിൽ ചെയ്യണം. ഈ ഏജൻറ്റുമാർ എന്നുള്ളൊരു സംഭവം പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റപ്പെടണം. കാരണം ഇത്തരത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നതായിട്ട് ഞാൻ മുമ്പും മനസ്സിലാക്കി. ഞാൻ ഈ വണ്ടി എൻ്റെ റോയൽ എൻഫീൽഡ് വണ്ടി ഞാൻ വാങ്ങിയ സമയത്ത് രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ഈ ഏജൻറ് ഇല്ലാതെ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് എത്രയോ ഏജൻറ്റ് ചാർജ് ഒരു പൈസ കൊടുക്കണമെന്ന് പറഞ്ഞത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ഏജൻറ്റ് ചാർജ് കൊടുക്കാൻ നമ്മൾ പോവുകയാണെങ്കിൽ ചുറ്റിപ്പെടും എന്നുള്ളത് തലശ്ശേരി റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം വരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് വണ്ടി എടുക്കുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ആ വണ്ടിയൊക്കെ കൊടുത്തു. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഏജൻറ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളാണെന്നൊക്കെ. പക്ഷേങ്കിൽ എനിക്ക് ഏജൻറ് ഇല്ലാതെ ഞാൻ പോയി ഡോക്യുമെൻ്റ് വെച്ചു, കാര്യങ്ങൾ ചെയ്തു, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. സാധാരണ പോലെ വണ്ടി നോക്കി ഈ ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്ത് വിട്ടു, എനിക്ക് ഒരു പ്രശ്നങ്ങളുണ്ടായില്ല. എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ പൊതുവെ പുറത്തിങ്ങനൊരു സംസാരമുണ്ട്, എല്ലാ ഉദ്യോഗസ്ഥരെയും ഒരുപോലെ കാണാനും പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ സംസാരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥനെ പറ്റി എനിക്ക് പേഴ്സണലി അറിയില്ല. സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും കാണുന്ന ഈ വീഡിയോ ബന്ധപ്പെടുത്തി മാത്രം ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ ഈ മരണപ്പെട്ട വ്യക്തിയോ നമുക്കൊരു കുറ്റപ്പെടുത്താനോ കാര്യങ്ങളൊന്നും പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ആത്മഹത്യ ഒന്നിനുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ വ്യക്തി ഫൈറ്റ് ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഇന്ന് 100 കണക്കിന് വ്യക്തികൾക്കുള്ള ഉദാഹരണമായി തീർന്നേനെ. ഇപ്പോൾ ഒരു പാർട്ടി, നമ്മുടെ കോക്രോച്ച് പാർട്ടിയൊക്കെ രാജ്യത്തിന് തന്നെ പിടിച്ചു കുലുക്കിയത് എങ്ങനെയാണ്, അതുപോലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സമരം ചെയ്യുന്നുണ്ട്, ഈ കേരള PSCൻ്റെ ജോലി കിട്ടാത്ത ആൾക്കാർ സമരം ചെയ്യുന്നുണ്ട്, സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ യൂണിയൻ ഉണ്ട്, ഓപ്പോസിഷൻ പാർട്ടി ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ആത്മഹത്യ ചെയ്തുകൊണ്ട് നിങ്ങൾ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം. സർക്കാർ ഇതിനെപ്പറ്റി ഒന്ന് ചൂടായിട്ട് ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 8 മാസം ഇതിങ്ങനെ റൺ ചെയ്യും, പിന്നെ നിങ്ങളെയും മറന്നു പോകും. അല്ലാണ്ട് ഇത്തരം വിഷയങ്ങൾക്ക് ആത്മഹത്യ ഒരു പരിഹാരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ പിടിച്ചു നിൽക്കുക, സേവ് ചെയ്യുക, മുന്നോട്ട് വരിക, നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ ചെയ്യുക. ഈ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ നമ്മളെ പ്രവർത്തനങ്ങൾ സ്മൂത്താക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ എന്താ പറയുക, നിങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ചെയ്യായിരുന്നു വേണ്ടത്. എന്ന് വെച്ചാൽ അവരൊക്കെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്, അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള നൂതന വഴികൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ മാത്രം വെച്ചുകൊണ്ട് ഈ ഉദ്യോഗസ്ഥനാണ് തെറ്റുകാരെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇത്തരത്തിൽ ഏജൻറ്റിലൊരു മാഫിയ നടക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും കുറ്റകൃത്യമാണ്. അത്തരമൊരു ഏജൻറ്റ് മാഫിയൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ, എങ്കിൽ അത്തരത്തിലൊരു മാഫിയയുടെ ഉള്ളിൽപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹവും ശിക്ഷയ്ക്ക് അർഹനാണ്. അല്ലാത്ത പക്ഷം ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജോലി നല്ല രീതിയിൽ ചെയ്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിലൊരു ഏജൻറ്റുമാരില്ലാത്ത MVDകൾക്ക് ഫിറ്റ്നസ് നൽകാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാനും എന്താണ് ഇതിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, വീണ്ടും നമുക്ക് ഇത്തരത്തിലൊരു കാര്യമായിട്ട് വരാം. ഇത്തരത്തിലൊരു കാര്യമല്ല കേട്ടോ, ഇത്തരത്തിലെ ഇഷ്യൂസ് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ പൊഴിഞ്ഞത് തീരാ നഷ്ടം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമൂഹത്തിനും. അദ്ദേഹത്തിന് നാട്ടുകാർ പറഞ്ഞ വാർത്തകളൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് കണ്ണുനീര് വരും കേട്ടോ. കാരണം അദ്ദേഹം അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. അതിലുപരി ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ കുറച്ച് വാക്കുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുന്ന വ്യക്തിയാണെന്ന് തോന്നില്ല. കാരണം അത്രത്തോളം ശക്തമായൊരു എന്താ പറയുക, രാഷ്ട്രീയ സാമൂഹിക ബോധമുള്ളൊരു വ്യക്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ സംസാരിക്കാൻ, അതുപോലെ തന്നെ നല്ല രീതിയിൽ കുറിപ്പുകളൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു മെൻ്റൽ എബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ നല്ലൊരു പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം സംഭവിച്ചത്, നമ്മുടെ സിസ്റ്റത്തിൻ്റെ തെറ്റാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്ന് പൂർണ്ണമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ നമ്മളിന്ന് ചർച്ച ചെയ്ത വിഷയം ഏജൻറ്റുമാരില്ലാതെ ഏജൻറ്റുമാരില്ലാതെ ഫിറ്റ്നസ് നൽകുന്നില്ലേ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ടോ, അത്തരം വിഷയങ്ങളെ പറ്റിയാണ്. നിങ്ങളുടെ ഏരിയകളിലോ നിങ്ങൾക്കറിയുന്ന വ്യക്തികളിലോ ആർക്കെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.